ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ ഭക്തർക്ക് എന്ത് ഗുണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം. ദേവസ്വം ബോർഡും സർക്കാരും ഇത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്നും യുവതീ പ്രവേശനത്തിനെതിരെ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ആവശ്യപ്പെട്ടു. 2025 സെപ്റ്റംബർ ഈ മാസം 20-ാം തീയതി പമ്പയിൽ വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനായിട്ട് സർക്കാരും ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുകയാണ്. പന്തളം കൊട്ടാരം ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. CK അഭിലാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു നമുക്കൊപ്പം. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ ഭക്തജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം, പ്രയോജനം എന്നതാണ്. അത് ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം എന്ന് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ് വിശദവിവരങ്ങൾ അഭിലാൽ? ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP നേതൃത്വം പങ്കുവച്ച നിലപാടിന് പിന്തുണ അറിയിക്കുന്നതും ഒപ്പം തന്നെ ഈ വിവാദത്തിന് അല്പമെങ്കിലും എരിവ് പകരുന്നതും തന്നെയാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സാധാരണ ഭക്തർക്ക് എന്ത് ഗുണം എന്നുള്ള ചോദ്യത്തിലൂടെ ഗുണഭോക്താക്കൾ ആരൊക്കെയോ ആണെന്നുള്ള സംശയം പ്രസ്താവനയിലൂടെ നിർവാഹക സംഘം വ്യക്തമാക്കുകയാണ്. മറ്റൊന്ന്, 2018 കാലയളവിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാലയളവിൽ ഉണ്ടായിട്ടുള്ള കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന് സംഘം ആവശ്യപ്പെടുന്നുണ്ട്. ആ കാലയളവിലെ ഗൗരവമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർ പ്രസ്താവനയിലൂടെ. മറ്റൊന്ന്, ആ കാലയളവിൽ വിശ്വാസികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ, പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങൾ ഇനി മേലിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകണമെന്ന് നിർവാഹക സംഘം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഏറെക്കാലമായി BJP നേതൃത്വവും അതോടൊപ്പം തന്നെ നിർവാഹക സംഘം അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതുമാണ്. എന്നാൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ചുരുക്കത്തിൽ 2018 കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഭക്തരുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ നടപടികൾ എന്ന് സംഘം മുൻപ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ ആ നിലവാരത്തിൽ തന്നെ, അതല്ലെങ്കിൽ ആ നിലയിൽ തന്നെ തുടരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് സംഘം പൊതു സാഹചര്യത്തിലും ചെയ്തിട്ടുള്ളത്.